നമ്മളിവിടെ ചെയ്യാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ 2x + 3 ആണ്. ഇത് നമുക്ക് ചെയിൻ റൂൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ടാൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ഉണ്ട് അല്ലേ, പിന്നെ ബ്രാക്കറ്റിൽ വരുന്ന 2x + 3 ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയിൻ റൂൾ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ചെയിൻ റൂൾ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഫംഗ്ഷൻ വന്നാൽ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ്സ് കാണുക, അത്ര തന്നെ ഉള്ളൂ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ടാനിൻ്റെ ചെയ്യുക, പിന്നെ എന്തിൻ്റെയും ചെയ്യണം, നമ്മൾ 2x + 3 ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ടാനിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ആദ്യം അറിയണം. ടാൻ്റെ എന്താണ്, sec² x ആണ് അല്ലേ. സോ എക്സിൻ്റെ പ്ലേസിൽ കിടക്കുന്നത് ഈ 2x + 3 ആണ്. സോ ഇവിടെ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ആദ്യം y എന്ന് പറഞ്ഞ് എഴുതാം. y = tan 2x + 3 ആണല്ലോ. അപ്പോൾ dy/dx = d/dx ഓഫ് എന്ത് വരും, tan 2x + 3 എന്ന് വരും. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ടാനിൻ്റെത് ചെയ്യുക. ടാനിൻ്റെ എന്താണ്, sec² x ആണ് അല്ലേ. sec² എക്സിന് എന്താ ഉള്ളത്, 2x + 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, sec² 2x + 3 എന്ന് എഴുതണം. മനസ്സിലായോ? ഇനി ഏതിൻ്റെ ചെയ്യണം, ഈ ബ്രാക്കറ്റിലുള്ള 2x + 3 ചെയ്യണം. മനസ്സിലായോ? അതായത് d/dx ഓഫ് എന്തും കൂടെ ചെയ്യണം, 2x + 3 കൂടെ ചെയ്യണം, എന്നാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ sec² 2x + 3 ഇൻറ്റു 2x + 3ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 2xനെ ചെയ്താൽ 2ഉം വരും, 3നെ ചെയ്ത് കഴിഞ്ഞാൽ എന്തും വരും, 0യും വരും. അപ്പോൾ 2 + 0. അപ്പോൾ ആ 2 മാത്രം നമ്മളൊന്ന് ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ 2 എന്ത് വരും, sec² 2x + 3. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ റൂൾ ചെയ്യുന്നത്. ഒരു ചെയിൻ റൂളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, y = sin of cos of x². അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം, ഇതിനകത്ത് സൈൻ വരുന്നുണ്ട്, ദെൻ കോസ് വരുന്നുണ്ട്, x² വരുന്നുണ്ട്. അപ്പോൾ മൂന്നിൻ്റെയും ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ dy/dx = നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യാം. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ആണെന്ന് അറിയാലോ അല്ലേ. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ആണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ ആണ്. x² എന്താണ്, 2x ആണ്. അപ്പോൾ അതങ്ങ് ചെയ്താൽ മതി. അപ്പോൾ സൈനിൻ്റെ വരുമ്പോൾ എന്താണ്, cos x അല്ലേ. കോസ് എക്സിൻ്റെ പ്ലേസിൽ ഇത് കംപ്ലീറ്റ് അങ്ങ് എഴുതുക. എന്തെഴുതുക, cos of x² എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ. ഇനി ഏതിൻ്റെയാണ്, കോസിൻ്റെ എഴുതുക. കോസിന് എന്താ പറയുക, മൈനസ് സൈൻ അല്ലേ. സോ മൈനസ് സൈൻ, എക്സിൻ്റെ പ്ലേസിൽ എന്താ ഉള്ളത്, x². ഓക്കെ അല്ലേ. ദെൻ x² ചെയ്യുക. x² ചെയ്താൽ എന്ത് വരും, 2x എന്ന് വരും. മനസ്സിലായോ? ഇനി അതൊന്ന് നീറ്റായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ -2x ആദ്യം നമുക്ക് എഴുതാം, പിന്നെ എന്താ എഴുതാം, സൈൻ x² എഴുതാം, പിന്നെ ബാക്കിയുള്ള കോസ് x² എഴുതാം. അപ്പോൾ ഇതാണ് ചെയിൻ റൂളിന് മറ്റൊരു എക്സാമ്പിൾ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. y = sin x² + 5. sin x² + 5. അപ്പോൾ ആദ്യം നമ്മൾ സൈനിൻ്റെ ചെയ്യുക, പിന്നെ ഈ ബ്രാക്കറ്റുള്ള x² + 5ൻ്റെ ചെയ്യാം. അപ്പോൾ dy/dx = സൈനിൻ്റെ എന്താണ്, കോസ് x² + 5 അല്ലേ, ഇൻറ്റു ഇനി ഏതിൻ്റെ ചെയ്യണം, x² + 5ൻ്റെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ d/dx എന്ന് എഴുതിയിട്ടും ചെയ്യാം. സോ കോസ് x² + 5 ഇൻറ്റു ഈ ഇതിൻ്റെ ഡെറിവേറ്റീവ്, x² ഡെറിവേറ്റീവ് എന്താണ്, 2x അല്ലേ. 5 കോൺസ്റ്റൻ്റ് അല്ലേ, കോൺസ്റ്റൻറ്റിൻ്റെ 0 അല്ലേ വരിക. അപ്പോൾ ആ 2xനെ ഒന്ന് മുന്നിലേക്ക് എടുത്ത് എഴുതി 2x കോസ് x² + 5 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ചെയിൻ റൂൾ വരുമ്പോഴുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്.